സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്ത രോഗി. ദൈവസഹായത്താലും എന്നുള്ള അത്ഭുതകരമായ കൂട്ടായ്മകളുണ്ട്. നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന ദിവസം എനിക്ക് മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ പേര് അശോകൻ. ഹായ് അപ്പോ അശോക് ചേട്ടൻ പാലക്കാട്. ഹലോ ഹായ് ഹലോ ഹായ് ഹായ്. ഹായ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. 194 പേജാണ് കണ്ടത്. 194 മുതലാണ്. നോക്കാം. ദ ഒബ്സഷൻ ആൻഡ് ദ ആൻസർ. അതായത് നമുക്കുള്ള ഒരു പീഡ, മാനസികമായ ഒരു പീഡ, അതാണ് മെന്റൽ ഒബ്സഷൻ. ആൻഡ് ദ ആൻസർ. ഇപ്പൊ നമ്മളുടെ രോഗത്തിന്റെ മാനസിക തലത്തിലുള്ള, നമുക്കറിയാലോ രോഗം ഇത് 3-fold ഡിസീസ് ആണെന്ന്. ശാരീരികമായ അലർജി, മാനസികമായ ഒരു പീഡ, അതിന്റെ കൂടെ ആത്മീയമായ രോഗം. അപ്പോ അതില് മെന്റൽ ഒബ്സഷനെ കുറിച്ചുള്ള ഭാഗമാണ് അതിൽ പറയുന്നത്. ദ ഒബ്സഷൻ ആൻഡ് ദ ആൻസർ. രണ്ട് ഭാഗങ്ങളാണ് ഇതിൽ. ആദ്യത്തെ ഒരു 2 വാചകങ്ങള് ആൽക്കഹോളിക്സ് അനോണിമസ്, പേജ് 30. അതായത് 29ാമത്തെ പേജിലാണ് മലയാളത്തില്. അധ്യായം 3, മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള ആ അധ്യായത്തിന്റെ ഫസ്റ്റ് പാരഗ്രാഫില് മിഡിലിന്റെ അപ്പുറത്തുള്ള ഭാഗം വായിക്കാം. എന്നെങ്കിലും സാധാരണ മട്ടിൽ കുടിക്കാൻ പറ്റും എന്ന ഈ മിഥ്യയായ ചിന്തയെ പിന്തുടർന്ന് ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം എത്തുന്നു. ഞങ്ങൾ മദ്യപാനാസക്തരാണെന്ന് ഞങ്ങളുടെ മനസ്സിന്റെ അഗാധതയിൽ പൂർണ്ണമായും സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതാണ് രോഗവിമുക്തിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. താങ്കൾ മറ്റുള്ളവരെ പോലെയാണ്, അഥവാ ഇപ്പോഴെങ്കിലും അങ്ങനെ ആയിരിക്കാം എന്ന കിനാവിനെ പൂർണ്ണമായും തകർത്തെറിയേണ്ടതായിട്ടുണ്ട്. ഇത് ഞാനത് മുഴുവൻ വായിച്ചു എന്നുള്ളൂ, അത്ര ഇല്ല ശരിക്കും. The idea that somehow, someday he will control and enjoy his drinking is the great obsession of every abnormal drinker. The persistence of this illusion is astonishing. Many pursue it to the gates of insanity or death. എന്താണ് അതായത് ഇതിനെ പറയണത്? ഒബ്സഷൻ എന്നുള്ളതില് ഈ കാര്യത്തില് മിഥ്യയുടെ ഈ വിടാപിടുത്തം എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇതിന് മുമ്പിലത്തെ വാചകത്തിൽ അമിത മദ്യപാനിയിൽ മിഥ്യയുടെ ഈ വിടാപിടുത്തം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. എന്നിട്ടാണ് പറഞ്ഞത് ഈ മിഥ്യയായ ചിന്തയെ കുറിച്ചിട്ടുള്ള ഇത് പറഞ്ഞു. ഇത് വളരെ കറക്റ്റ് ആണല്ലോ. അതായത് ജീവിതത്തില് എന്നെങ്കിലും ഒരിക്കല് കൺട്രോൾഡ് ഡ്രിങ്ക് ആവാൻ പറ്റുന്ന, എൻ്റെ ഒരു 3.5 വർഷത്തെ സുബോധം കഴിഞ്ഞിട്ടുള്ള ലഹരി വിമുക്തമായിട്ടുള്ള ജീവിതം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ആ ഒരു മെയിൻ എന്താ പറയുക റിലാപ്ഷനുള്ള കാരണം ഇത് തന്നെയാണ്. അതായത് 3 വർഷം 7 മാസത്തോളം ഞാൻ എയിൽ വന്നിട്ട് ആദ്യത്തെ ഒരു 2-3 തവണയൊക്കെ സ്ലിപ്പുകളും റിലാപ്സൊക്കെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 3.5 വർഷത്തിലധികം ഞാൻ മദ്യപിക്കാതിരുന്ന് ജീവിച്ചു. അതൊക്കെ ഏറെ ടിപ്സുകളെ കൊണ്ട് തന്നെയാണ് ചെയ്തത്. ആ ഒരു 3-3.25 വർഷമൊക്കെ ആയപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നു. വല്ലപ്പോഴും ഒരിക്കലും ശനിയാഴ്ചകളിൽ മാത്രം കുടിക്കാം, ഒരു ക്വാർട്ടർ. അങ്ങനെ അപ്പൊ നിയന്ത്രിക്കാം, ശനിയാഴ്ച മാത്രമായിട്ട് നിയന്ത്രിച്ച് കുടിക്കാം എന്നുള്ള. കാരണം എനിക്ക് ആ സമയത്ത് ഏകാന്തത ഒരു ടച്ച് ഉണ്ടായിരുന്നു. എനിക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം ഞാൻ ആ സമയത്ത് മറന്നു. ഇതിന്റെ ആഗ്രഹം വന്നു. പിന്നെ ആ ആഗ്രഹത്തിലേക്ക് ഫോക്കസ്. അങ്ങനെ ഞാൻ പിന്നെ ആദ്യമായിട്ട് കുടിക്കുന്നത് തമിഴ്നാട്ടിൽ പോയിട്ട്. കാരണം നാട്ടിൽ കുടിക്കാൻ പറ്റില്ല, 3.5 വർഷമായിട്ട് കുടിക്കാത്ത ആളാണ്. അതിന് എന്തായാലും തമിഴ്നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ ആവശ്യത്തിനോട് കൂടി പോയി. അവിടെ നിന്നാണ് ഒരു ക്വാർട്ടർ കുടിക്കാനുള്ള മോഹം കൊണ്ട് തുടങ്ങിയ പരിപാടി. അന്ന് വാങ്ങിയപ്പോ തന്നെ 2 ക്വാർട്ടർ ഞാൻ 2 ക്വാർട്ടറല്ല, ഒരു ഹാഫ് ക്വാർട്ടർ. അവിടെ എനിക്ക് വേണ്ട സാധനം ആ ക്വാർട്ടർ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് മുഴുവൻ ഓർമ്മയില്ല. എന്തായാലും അത് വാങ്ങി. അത് കഴിഞ്ഞു. അന്നത്തെ രാത്രി മുഴുവൻ ഞാൻ കുടിച്ചു. വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ തഞ്ചാവൂർ. റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരമാണ് ഞാൻ തഞ്ചാവൂർ.
തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഹോട്ടലിലാണ് റൂം എടുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത് തന്നെ അന്ന് ഈ ടാസ്മാക്കുകളല്ല മറ്റേ വൈൻ ഷോപ്പുകളാണ്. അപ്പൊ വൈൻ ഷോപ്പുകൾ ഫുൾ നൈറ്റ് തുറന്ന് പ്രവർത്തിക്കുന്ന വൈൻ ഷോപ്പ്. അപ്പൊ ഈ ഹോട്ടലിന്റെ ഗേറ്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണത്. റോഡ് ക്രോസ് ചെയ്ത വൈൻ ഷോപ്പ്. അപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാകൊണ്ടുള്ള റോഡൊക്കെ എപ്പോഴും എന്താ പറയാ ഫുൾ നൈറ്റ് അത് നല്ല എന്താ പറയുക ഉണർന്നിരിക്കുന്ന ഭാഗമാണ്. കഴിയുമ്പോൾ വരും, മേടിക്കും, വീണ്ടും ഭൂമി പോകും. അതുകൊണ്ട് ഭയങ്കര കുടിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 11 മണിയാണ്. തലേ ദിവസം വൈകുന്നേരം ഒരു 6:30 കണ്ട് സ്റ്റാർട്ട് ചെയ്ത് കുടി. പിറ്റേ ദിവസം 11 കണ്ടിന്യൂസ് കുടി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും, മയങ്ങി. ആർത്തി തീർക്കാനുള്ളത്. ഇതാണ് മെന്റൽ ഒബ്സഷൻ. അതിനെ കുറിച്ച് തന്നെ പറഞ്ഞു. The persistence of this illusion is astonishing. Many pursue it into the age of insanity or death. എന്താ പറയുന്നത്? എന്തെങ്കിലും സാധാരണ മട്ടിൽ കുടിക്കാൻ പറ്റുമെന്ന ഈ മിഥ്യയായ ചിന്തയെ പിന്തുടർന്ന് ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം എത്തുന്നു. അപ്പൊ അതിനുള്ള റെമഡി ഇതാണ്. ഇനി അടുത്ത ഇതിൽ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. അത് എ കംസ് ഓഫ് ഏജിലാണ്. എ കംസ് ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയുടെ ചരിത്ര പുസ്തകം എന്ന് നമുക്ക് പറയാം. എക്ക് 20 വർഷമായപ്പോൾ സാൻഡൂയിൽ വെച്ച് വന്ന നടന്ന കൺവെൻഷനിൽ അവിടെ 3 ലെഗസികളും അവതരിപ്പിക്കലുണ്ടായി. 1955 ഇന്റർനാഷണൽ കൺവെൻഷനിൽ. അതിൽ ആണ് ഇത് ഈ 3 ലെഗസികളും ഒഫീഷ്യലായിട്ട് അവതരിപ്പിച്ചത്. നോക്കാമെന്താണ് ഇതിൽ പറഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ അതിൽ 61ാമത്തെ പേജാണ് എ കംസ് ഓഫ് ഏജിൽ. ഞാൻ അത് എഡിറ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ ആസ്പെൽസിസിലുള്ള ഭാഗം തന്നെ വായിക്കാം. ആൽക്കഹോളിസം, നോട്ട് ക്യാൻസർ, വാസ് മൈ ഇൽനെസ്. ബട്ട് വാട്ട് വാസ് ദ ഡിഫറൻസ്? വാസ് നോട്ട് ആൽക്കഹോളിസം ഓൾസോ എ കൺസ്യൂമർ ഓഫ് ബോഡി ആൻഡ് മൈൻഡ്? Alcoholism took longer to do its killing, but the result was the same. So I decided, if there was a great physician who could cure the alcoholic sickness, I had better seek him at once. ഈ ഹിമ്മിന്റെ എച്ച് ക്യാപിറ്റൽ ലെറ്ററാണ്. അതിന്റെ അർത്ഥം ദൈവം എന്നുള്ള അർത്ഥം. അപ്പോ എന്താണത്? ഇത് എന്താണ് സംഭവം എന്നുണ്ടെങ്കിൽ, ഈ ഇതിനൊരു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണം പറയാം. ഇത് എടുത്തിട്ടുള്ള ഭാഗം, അതായത് ബിൽ ഡബ്ല്യുവിന്റെ അടുത്ത് എബി താച്ചർ വന്നിട്ട് ബിൽ ഡബ്ല്യുവിന് സന്ദേശമൊക്കെ കൊടുക്കുന്നു. ഈ സന്ദേശം കൊടുത്തതിന് ശേഷം ബിൽ ഡബ്ല്യു പിന്നെയും കുടിക്കുന്നുണ്ട്. ബിൽ ഡബ്ല്യുവിനെ കൺവിൻസ് ആയതിനു ശേഷം പിന്നെയും കുടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ബിൽ ഡബ്ല്യു വിചാരിക്കാൻ എബി താച്ചർ എന്ന് കാണാം. അപ്പൊ എബി താച്ചർ പറഞ്ഞിട്ടുണ്ട് എവിടെ ഉണ്ടാവുന്നുണ്ട്. കാരണം കാൽവരി മിഷന്റെ ഒരു ചർച്ച് ഉണ്ട് അവിടെ. ചർച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്യാമ്പ് പോലെയാണത് ശരിക്കുള്ളത്. ഒരു ചർച്ചിനോടനുബന്ധിച്ച് തന്നെയുള്ള ഭാഗങ്ങളാണ്. അവിടെ കുറെ പേര് ഇതുപോലെ പലരും ഉണ്ട് അവിടെ. മദ്യാസക്തര് മാത്രമല്ല, വേറെ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ആൾക്കാരില്ലാത്തവരും, അങ്ങനെ പല പ്രശ്നങ്ങളുള്ളവരും രോഗങ്ങളുള്ളവരും നോക്കാൻ ആളില്ലാത്തവരൊക്കെ ആയിട്ടുള്ളവർക്ക്. അപ്പൊ അവർക്കൊക്കെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാമിൽ കൂടെ എന്താ പറയാ സൗഖ്യം കൊടുക്കുന്ന ഒരു പരിപാടിയാണത്. ചില ധ്യാന കേന്ദ്രം എന്നൊക്കെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അവിടെ സാം ഷൂമേക്കർ റവറൻ സാം ഷൂമേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് അതിന്റെ അവിടുത്തെ ഇൻചാർജ് ഉണ്ടായിരുന്നു ആ സമയത്ത്, എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ. അവിടെ ഇങ്ങനെ ചില പരിപാടി ഉണ്ട്. അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ആൾക്കാര്. പിന്നെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ തന്നെ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള ഒരു വിഭാഗം കുടിയന്മാരുടെ ഇത്, അങ്ങനെ പലരും ഉണ്ട്.
അപ്പൊ അവരുടെ ഇത് നടക്കുന്ന സെഷൻ നടക്കുന്ന സമയത്ത് അങ്ങനെ പോവാനായിട്ട് ഇയാള് ശ്രമിക്കും. വഴിയിൽ ഒരു എന്താ പറയാ, ഒരു സെയിലറല്ല, ഒരു ഫിഷർമാനെ കണ്ടു കിട്ടും. അങ്ങനെ ഒരു ഫിഷർമാനായിട്ട് കുടിച്ചിട്ട് പിന്നെ അവിടെ ചെല്ലും. അവിടെ ഇതൊക്കെ കേൾക്കും. അവിടെ അത് വലിയൊരു കഥയാണ്. പിന്നെ അവിടെ ഇയാൾ തന്നെ സ്വയം അവിടെ സമർപ്പിക്കല്ല, തെറ്റുകൾ കയറ്റി പറയും. പാപങ്ങളൊക്കെ ഏറ്റു പറയും. അങ്ങനെയൊക്കെ വരും. കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോ മൂന്നാം ദിവസം അവിടെ കുടിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. മൂന്നാം ദിവസം, on the morning of the third day, my wandering thoughts gathered into a sharp focus. I remember comparing myself to a cancer victim. അതെന്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാൻസർ വിക്ടിമിന്റെ ഒരാളുടെ ഷെയറിങ് ഇത് കേൾക്കുന്നുണ്ട്. ഈ ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള, അതായത് ക്യാൻസർ രോഗം വന്നവർക്ക് രക്ഷപ്പെടാനും മാനസികമായിട്ടുള്ള ആ ഒരു ധൈര്യം കിട്ടാനൊക്കെ ഉള്ള ഒരു പ്രഭാഷണത്തിന്റെ ഭാഗവും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓർമ്മ വരികയാണ്. If I had cancer, I would do anything to get well. Why not? Would I not? Yes, anything, whatever. Would I sit home and put cold cream on the affected parts? No, of course not. What would I do? I would head for the best physician in the business and beg him to destroy or cut away those consuming cells. I would have to depend on him, my god of medicine, to save me. My dependence would be absolute. For myself, I could do nothing. അത് തനിക്കൊന്നും ചെയ്യാൻ, എനിക്കൊരു ക്യാൻസർ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എവിടെയാണോ ക്യാൻസറിന്റെ വളർച്ചയുള്ളത് അതിനെ ഏറ്റവും ഉടനെ പോയിട്ട് സർജറി ചെയ്ത് മാറ്റാനായിട്ട് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറെ കാണും. അതിന് വേണ്ട പ്രതിവിധികളുടെ പരിഹാരങ്ങൾ എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ ഇദ്ദേഹം ഇവിടെ നമ്മളുടെ ഇതിലെടുത്ത പ്രസക്തമായ ഭാഗത്തിൽ പറഞ്ഞതാണ്, ആൽക്കഹോളിസം നോട്ട് ക്യാൻസർ വാസ് മൈ ഇൽനെസ്. അപ്പൊ എന്റെ ഇൽനെസ് എന്താണ്? ആൽക്കഹോളിസം, ക്യാൻസർ അല്ല. ക്യാൻസർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഉടനെ വേഗം വേദന സഹിച്ചുകൊണ്ടിരിക്കില്ല, വെറും കോൾഡ് ക്രീം പെരട്ടിക്കൊണ്ട് ഇരിക്കില്ല, ഞാൻ വേഗം പോയിട്ട് ഡോക്ടറെ കാണും. അപ്പൊ അതുപോലെ ആൽക്കഹോളിസം നോട്ട് ക്യാൻസർ വാസ് മൈ ഇൽനെസ്, ബട്ട് വാട്ട് വാസ് ദ ഡിഫറൻസ്? എന്താണ് അതിൽ വ്യത്യാസമുള്ളത്? കാരണം ബിൽഡബ്ല്യു അവിടെ കമ്പയർ ചെയ്യണം എങ്ങനെ വെച്ചാൽ മനസ്സിനെ കറന്നു നിന്ന ഒരു ക്യാൻസർ ആയിട്ടാണ് അവിടെ ഓർമ്മ വരുന്നത് ആൽക്കഹോളിസത്തിന്. എന്നിട്ട് വാസ് നോട്ട് ആൽക്കഹോളിസം ഓൾസോ എ കൺസ്യൂമർ ഓഫ് ബോഡി ആൻഡ് മൈൻഡ്? അല്ലേ? ആൽക്കഹോളിസം കൊണ്ടല്ലേ എത്രയോ ആൾക്കാരുടെ ദേഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു. അതേപോലെ ലിവർ ക്യാൻസറിന് വരുന്നുണ്ടല്ലോ, വേറെ പല ക്യാൻസറും വരുന്നുണ്ടല്ലോ ആൽക്കഹോളിസം. ഇനി അതല്ലെങ്കിൽ തന്നെ മനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് ആൽക്കഹോളിസം? Alcoholism took no longer to do its killing. No, sorry. Alcoholism took longer to do its killing. അത്ര വ്യത്യാസമുള്ളൂ. അതായത് ക്യാൻസറിനേക്കാളും ക്യാൻസർ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അധികം കാലം ഇല്ലാതെ തന്നെ മരിച്ചു പോകുമ്പോൾ, അന്നത്തെ കാലത്താണ് പറഞ്ഞു, ഇന്നത്തെ അല്ല അവസ്ഥ. അന്നത്തെ കാലത്ത് 1934 കഥയാണ് ഈ പറഞ്ഞത്, അതാലോചിച്ചോളൂ. അപ്പോൾ ആൽക്കഹോളിസം ടുക്ക് ലോങ്കർ ടു ഡു ഇറ്റ്സ് കില്ലിംഗ്, ബട്ട് ദ റിസൾട്ട് വാസ് ദ സെയിം. ക്യാൻസർ പെട്ടെന്നാണെന്നുണ്ടെങ്കിലും ആൽക്കഹോളിസം വളരെ പതുക്കെ ഉള്ളൂ. ക്യാൻസർ കൊണ്ട് പെട്ടെന്ന് മരിക്കും, പക്ഷെ റിസൾട്ട് എന്തായിരുന്നു? സെയിം ആണ്. സോ ഐ ഡിസൈഡഡ് ഇഫ് ദർ വാസ് എ ഗ്രേറ്റ് ഫിസീഷ്യൻ, അങ്ങനെ ഒരു വലിയ ഒരു ഫിസീഷ്യൻ, ആ ഫിസീഷ്യന്റെ പിയും ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോ അതായത് അങ്ങനെ രോഗം മാറ്റുന്ന ഒരു എന്താ പറയാ, വലിയൊരു ഡോക്ടർ അല്ലെങ്കിൽ വലിയൊരു വൈദ്യനുണ്ടെങ്കിൽ, who could cure alcoholic sickness, I had better seek him at once. അപ്പൊ എബി ചാച്ചർ ഇതാണ് പറഞ്ഞല്ലോ, തന്നെക്കാൾ വലിയ ശക്തിയിൽ വിശ്വസിക്കാനും അവർക്ക് മാത്രമേ നമ്മുടെ രണ്ടാം പടിയിൽ പറഞ്ഞ പോലെ നമ്മളെ സുബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യണത്. എങ്ങനെ? അതായത് ഇതേക്കാളും വലിയ ഒരു ഇതിന് ആയിട്ട് പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഗോഡ് ആണ് ഫിസീഷ്യൻ എന്നുണ്ടെങ്കിൽ, ആ ഗോഡിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ പോണം. ഐ ഹാഡ് ബെറ്റർ സീക്ക് ഹിം അറ്റ് വൺസ്. അദ്ദേഹത്തിനെ ഞാൻ ഉടനെ തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മെന്റൽ ഒബ്സഷനെ കുറിച്ചിട്ടുള്ള പരിഹാരം. ഇതാണ് മെന്റൽ ഒബ്സഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, സീക്ക് ഗോഡ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ബിലീവിങ് ആൻഡ് സീക്ക് ഗോഡ്.
അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ ആദ്യം ഇതിന്റെ മെന്റൽ ഒബ്സഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൽ പറയുന്ന ഇതാണ് നമ്മൾ അത് വി ഷുഡ് സീക്ക്. അത് എന്താണ് പ്രതിവിധിച്ചാൽ അത് ചെയ്യണം, അതാണ് കാര്യം. ഇത് വേറൊന്നല്ല. ഓക്കെ, നോക്കാം ഇത് എന്തൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ പേജ് സൂചിപ്പിക്കുന്ന ഒന്ന് ആക്സെപ്റ്റൻസ് ആണ്. നമ്മൾ അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക, സ്വീകരിക്കുക, അതാണ് ആക്സെപ്റ്റൻസ്. അംഗീകാരത്തോടുകൂടി സ്വീകരിക്കുക. ദ ആൽക്കഹോളിക് ഒബ്സഷൻ ആൻഡ് ഹയർ പവർ ആണ് രണ്ടാമത്. നമ്മൾക്കുള്ള ഈ മാനസികമായ ഈ പീഡ, അതും നമ്മളെക്കാൾ വലിയ ശക്തി. പിന്നെ ആൽക്കഹോളിസം ആസ് എൻ ഇൽനെസ്, ഇതൊരു ഇൽനെസ് ആണെന്നുള്ള കാര്യം. ഈ മൂന്ന് കാര്യമാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ പേജുകൾ. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതില് കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നോക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഓക്കെ, $195 അടുത്തത്. ഇത് എ ടുഡേ എന്ന് പറഞ്ഞ ആ ഒരു പാംഫ്ലെറ്റ് നിന്നാണ് എടുത്തിട്ടുള്ളത്. ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്നാണ് ഈ ഭാഗത്തിന്റെ പേര്, ഹൃദയത്തിന്റെ ഭാഷ. സോറി, ഓർക്കാൻ പറ്റും. അപ്പൊ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, ആ ഹൃദയത്തിൻ്റെതായിട്ടുള്ള ഭാഷ. എ ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 25ാം വാർഷികത്തില്, എയുടെ 25ാം വാർഷികത്തില് എയുടെ തന്നെ പബ്ലിക്കേഷൻ മാസികയായ ഗ്രേപ്പ് വൈൻ്റെ അവരിറക്കിയ ഒരു ഇതാണ് എ ടുഡേ. ഞാൻ എ ടുഡേ ഒറിജിനൽ ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ല, ഓൺലി ഇമേജസും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്കറിയില്ല അതിനെ കുറിച്ച് കൂടുതൽ. ഇനി നോക്കാം എന്താണ് അതിൽ പറഞ്ഞത്. എന്താണ് ഹൃദയത്തിന്റെ ഭാഷ എന്ന് ഇതിൽ പറയുന്നത്. വൈ at this particular point in history has God chosen to communicate his healing grace to so many of us? Every aspect of this global unfoldment can be related to a single crucial word. The word is communication. There has been a life-saving communication among ourselves, with the world around us, and with God. From the beginning, communication in AA has been no ordinary transmission of helpful ideas and attitudes. Because of our kinship in suffering, and because our common means of deliverance are effective for ourselves only when constantly carried to others, our channels of contact have always been charged with the language of the heart. നോക്കാം, ഓരോ ഭാഗമായിട്ട് ഞാൻ മുഴുവൻ വായിച്ചു. പേജ് 7-8 പേജ് എ ടുഡേ എന്ന് പറഞ്ഞ പാംഫ്ലെറ്റ്. Why at this particular point in history has God chosen to communicate his God's H capital healing grace to so many of us? അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഹിസ്റ്ററി, ഏത് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഹിസ്റ്ററി? എ ആരംഭിച്ച സമയത്ത്. ഞാൻ പറഞ്ഞത് എ കഴിഞ്ഞ് 25ാം വർഷത്തിലാണ് സിൽവർ ജൂബിലി സമയത്ത് പ്രസിദ്ധീകരിച്ച പാംപ്ലെറ്റ് ആണ്. അപ്പൊ അതിന്റെ ആ ആദ്യകാലത്തെ കുറിച്ച് പറഞ്ഞ തുടക്കത്തിന്റെ. അപ്പൊ ആ പോയിന്റില്, ആ ഒരു പ്രത്യേക പോയിന്റില്, അതായത് എയുടെ ഹിസ്റ്ററിയുടെ അല്ല, സോറി, മൊത്തം ചരിത്രത്തിന്റെ ആ ഒരു കാലത്ത്, ആ ഒരു പ്രത്യേക കാലത്ത് 1935 കാര്യം പറഞ്ഞ, has God chosen to communicate his healing grace to so many of us?
ദൈവം അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ മുറിവുണക്കുന്ന രീതിയിലുള്ള, ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ആ അനുഗ്രഹം നമ്മളെ പോലെ കുറെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ആശയവിനിമയം ചെയ്തോ ഇല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ പോലുള്ള കുറെ പേർക്ക് ആ അനുഗ്രഹ ആശിസ്സുകള് ലഭിക്കുകയുണ്ടായോ എന്നൊക്കെ അത് ആശയപരമായിട്ട് ഇതിലെ ഈ ആലങ്കാരികമായ ഇതിലെ മുഴുവൻ എടുക്കണ്ട, നമുക്ക് ആശയം എടുത്താൽ മതി, കാര്യം മനസ്സിലാവില്ല. എവറി ആസ്പെക്ട് ഓഫ് ദിസ് ഗ്ലോബൽ അൺഫോൾഡ്മെന്റ് ക്യാൻ ബി റിലേറ്റഡ് ടു എ സിംഗിൾ ക്രൂഷ്യൽ വേർഡ്. ഇനിയോ എവറി ആസ്പെക്ട് ഓഫ് ദിസ് ഗ്ലോബൽ അൺഫോൾഡ്മെന്റ്, ഈ ലോകത്തുള്ള ഈ ഒരു ഡിസ്കവറി, അൺഫോൾഡ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കവറി തന്നെയാണ്, അതായത് ഒരു മറനീക്കിപ്പോ കൊണ്ടുവരുന്ന കാര്യം. അപ്പൊ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ക്യാൻ ബി റിലേറ്റഡ് ടു എ സിംഗിൾ ക്രൂഷ്യൽ വേർഡ്. അപ്പൊ അന്ന് ആ കാലത്ത് ഉണ്ടായിരുന്ന ഈ ലോകം മുഴുവനുള്ള ഈ ഒരു കാര്യത്തിന്റെ ഈ വെളിപ്പെടുത്തല് എന്താ പറയാ, ഒരു സിംഗിൾ വാക്കായിട്ട്, ഒരൊറ്റ വാക്കുമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു വാക്കാണ് അതിന്റെ യഥാർത്ഥ സത്താണോ അല്ലെങ്കിൽ യഥാർത്ഥ കാര്യമെന്നോ നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെടുത്താമോ, ആ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെടുത്താമോ? ദ വേർഡ് ഈസ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ഒറ്റ വാക്ക്, അതായത് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ഒറ്റ വാക്കുമായിട്ട് ഈ അന്നത്തെ കാലത്ത്, അന്ന് ഈ ലോകത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഈ ഒരു വലിയ ഒരു കാര്യത്തിനെ, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ അനുഗ്രഹാശിസുകളെ അങ്ങനെ നമുക്ക് പറയാമോ? There has been a life-saving communication among ourselves, with the world around us and with God. അപ്പൊ എന്താണ് ആ ജീവൻ രക്ഷിക്കുന്ന രീതിയിലുള്ള, ജീവനെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളിൽ, among ourselves, നമ്മളിൽ പരസ്പരവും നമ്മളുടെ ഉള്ളിലും, വിത്ത് ദ വേൾഡ് അറൗണ്ട് us, നമ്മളുടെ ചുറ്റുമുള്ള ലോകത്തും, ആൻഡ് വിത്ത് ഗോഡ്, ഈശ്വരനുമായിട്ടും. അങ്ങനെ ഒരു ലൈഫ് സേവിങ് കമ്മ്യൂണിക്കേഷൻ ആണ് നിലനിന്നത്. അങ്ങനെ ഒരു കാര്യം നിലനിന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? There has been a life-saving communication among ourselves, with the world around us, and with God. ഈ മൂന്ന് ഇതുമായിട്ട് ആ ഒരു ജീവൻ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ജീവനെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സന്ദേശം ലഭിച്ച പോലെയാണ് ശരിക്കും ഇതിനെ കണക്കാക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്രം ദ ബിഗിനിങ് communication in AA has been no ordinary transmission of helpful ideas and attitudes. ആദ്യം മുതൽ, എയുടെ തുടക്കം മുതൽ തന്നെ ഈ എയുടെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, പരസ്പരമുള്ള ആശയവിനിമയങ്ങളെ, has been no ordinary transmission of helpful ideas and attitudes. സഹായകരമായ പ്രത്യേക ഐഡിയകളോ അല്ലെങ്കിൽ എന്താ പറയുക മനോഭാവങ്ങളുടെ ഇതൊന്നും അല്ല എയിൽ ആദ്യം മൂലം നിലനിന്നിരുന്നത്. എന്താണ് കാരണം? എന്താണ്? ബിക്കോസ് ഓഫ് അവർ കിൻഷിപ്പ് ഇൻ സഫറിങ്, ആൻഡ് ബിക്കോസ് അവർ കോമൺ മീൻസ് ഓഫ് ഡെലിവറൻസ് ആർ ഇഫക്റ്റീവ് ഫോർ അവർസെൽസ് ഓൺലി വെൻ കോൺസ്റ്റന്റ്ലി ക്യാരി ടു അതേഴ്സ്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ സഫറിങ്സ്, ഈ ദുരിതങ്ങളും ആൻഡ് ബിക്കോസ് ഓഫ് അവർ കോമൺ മീൻസ് ഓഫ് ഡെലിവറൻസ്, നമ്മളുടെ കിൻഷിപ്പ്, സമാനമായ രീതിയിൽ എല്ലാവരും അനുഭവിച്ച ദുരിതങ്ങളും, ഇനി അത് ആ ദുരിതങ്ങളെ നമ്മൾ വേറൊരാളെടുത്ത് ഇല്ലെങ്കിൽ അതിനെ കൊടുക്കുന്നത്, പങ്കുവെക്കുന്നത്. ഡെലിവറൻസ് പറഞ്ഞാൽ കൊടുക്കുക എന്നാണ് അർത്ഥം. പക്ഷെ ആ ദുരിതങ്ങളുടെ ആ ഭാരം നമ്മൾ കൊടുക്കുന്നതും ഷെയറിംഗ് കൂടെ, ഓക്കെ, ആർ ഇഫക്റ്റീവ് ഫോർ അവേഴ്സൽസ് ഓൺലി വെൻ കോൺസ്റ്റന്റ്ലി ക്യാരി ടു അതേഴ്സ്. നമ്മൾക്ക് അത് മുഴുവൻ ഫലപ്രദമാവണം എന്നുണ്ടെങ്കിൽ നമ്മളത്
കോൺസ്റ്റന്റ്ലി തുടർച്ചയായിട്ട് നമ്മൾ അത് ആ സന്ദേശം മറ്റുള്ളവരെ എത്തിച്ചുകൊണ്ടിരിക്കണം. Our channels of contact have always been charged with the language of the heart. അതാണ് അല്ല ക്രക്സ് പോയിന്റ്, അതാണ് ജിസ്റ്റ്, അതാണ്. Our channels of contact have always been charged with the language of the heart. നമ്മളുടെ ഈ ബന്ധങ്ങൾ, പരസ്പര ബന്ധങ്ങളുള്ള ഈ ബന്ധങ്ങൾ മുഴുവൻ, കോണ്ടാക്റ്റുകൾ മുഴുവൻ എങ്ങനെയാണ് അതിലേക്ക് വന്നിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ള ആ മാർഗങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാർജ് വിത്ത് ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. ആ ഹൃദയത്തിന്റെ ഭാഷയിൽ കൂടെയായിരുന്നു അതിനെല്ലാം ശരിക്ക് ഉത്തേജിപ്പിച്ചു കൊടുത്തിരുന്നത്. അല്ലേ? ഒന്ന് ജസ്റ്റ് ആലോചിക്കാൻ മതി, എങ്ങനെയാണ് എ വളർന്നതെന്നുള്ള ആ കഥ. എ കംസ് ഓഫ് ഏജിൽ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കോരിത്തിരിച്ചു. അത് എയുടെ റിക്കവറി എന്നുള്ള അതിൽ 3 ലെഗസിയെ കുറിച്ചും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 3 പൈതൃകങ്ങളെ കുറിച്ചും. റിക്കവറി എന്നുള്ള ഭാഗമായാലും യൂണിറ്റി എന്നുള്ള ഭാഗമായാലും സർവീസ് എന്നുള്ള ഭാഗമായാലും അതിൽ എയുടെ വളർച്ച കാണിക്കുന്നു. ആ സർവീസ് എന്നുള്ള ഭാഗത്ത് കുറെ യൂണിറ്റിയുടെ ഭാഗത്തുണ്ട്, റിക്കവറിയുടെ ഭാഗത്തുണ്ട്, എല്ലാ ഭാഗത്തുണ്ട് അത് കാണിക്കുന്നത്. അതിൽ ആ സർവീസ് എന്നുള്ള ഭാഗത്താണ് കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നത്, കാണിക്കുന്നത്. അത് കോരിത്തിരിക്കും സത്യം പറഞ്ഞു, രോമാഞ്ചം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഇതാണ്. അതൊക്കെ ഈ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, ആ ഭാഷയെ കൂടെ, ഹൃദയത്തിന്റെ ഭാഷയെ കൂടെയാണ് ഇതെല്ലാം. ഒരു രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഇത് കൈമാറിപ്പോയി, സന്ദേശം കൈമാറിപ്പോയി. അതൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ആലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് തോന്നും. എങ്ങനെയാണ് ആ മെസ്സേജുകളൊക്കെ പോയത്? ഉദാഹരണത്തിന് ഇന്ത്യയിലേക്ക് എ വന്നത് എത്ര, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോയിൻസിഡൻസ് പറയാം, എത്ര ഇതായിട്ടാണ് വന്നത്. അതൊക്കെ ഒരു കനേഡിയൻ അയാൾ ഡിപ്ലോമാറ്റ്, അയാൾ പക്ഷെ ഇവിടെ ഫിലിം വേൾഡിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അയാൾ വരുന്നത്. അയാൾ ആ ഒരു വേൾഡിലുള്ള ആളാണ്. അയാൾക്ക് ട്രാൻസ്ഫർ ആവാണ് ഇന്ത്യയിലേക്ക്. ആ സമയത്ത് അയാൾ ന്യൂയോർക്കിൽ സെൻട്രൽ ഓഫീസിലേക്ക് എഴുതാണ്. സെൻട്രൽ ഓഫീസല്ല, അപ്പോഴേക്കും ജനറൽ സർവീസ് ഓഫീസായിട്ടുണ്ട്. എഴുതാണ് 1957 അപ്പോഴേക്കും ജനറൽ സർവീസ് ഓഫീസായി. അവിടേക്ക് എഴുതുന്നു. അവിടുന്ന് മറുപടി ഇയാൾക്ക് കിട്ടുന്നു. ഇയാൾ ചോദിക്കുന്നു, എവിടെയാണ് എക്കാർ ആരെങ്കിലും ഉണ്ടോ, എന്താണ് എങ്ങനെയാണ് എനിക്ക് അവിടെ രക്ഷപ്പെട്ട് നിൽക്കണമെന്ന്. അവിടുന്ന് മറുപടി പറഞ്ഞു, ഇവിടെ 4 പേരുടെ പേര് കൊടുക്കുന്നു. അവരെ ചികിത്സിച്ച ഡോക്ടറുടെയും പറഞ്ഞു. ഡോക്ടർ ലെഫ്റ്റനന്റ് എന്താണ് ഡീനെറ്റ്, പിന്നെ സുപ്പട്ടി, സിൽവിയ, അങ്ങനെ ഒരു 3-4 പേരുടെ പേര് കൊടുക്കുന്നു. അയാൾ ഡൽഹിയിൽ വരുന്നു, അവരൊക്കെ കാണുന്നു. ചാർലി എം എന്നാണ് അയാളുടെ പേര്. അതോടുകൂടി അയാൾ ചാർലി എം അവിടുന്ന് ഡൽഹിയിൽ നിന്നൊരു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. ആ പരസ്യം കണ്ടിട്ട് ആലോചിച്ചോക്കണം, 1957 ഇന്ത്യയിലത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ എത്ര ഇതായിരുന്നു. പല സ്ഥലത്തും ടെലിഫോണുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലൊക്കെ ഒട്ടും പ്രചാരം ചെയ്യാത്ത സാധനമായിരുന്നു. ആ കാലത്ത് ഹാരി എം എന്ന് പറഞ്ഞ ഒരാള്, ബോംബെയിലുള്ളൊരു ഹയർ സെക്കൻഡറി സ്കൂൾ മാഷ് ഇത് കാണുന്നു. അദ്ദേഹം കത്തയക്കുന്നു. പിന്നീട് അദ്ദേഹം ഡൽഹിയിൽ നേരിട്ട് പോകുന്നു. അദ്ദേഹം റിക്കവറി കൂടെ വരുന്നു. 10 ദിവസം ഡൽഹിയിൽ താമസിച്ചു. പിന്നെ ബോംബെയിൽ ഇത് വളരുന്നു. അങ്ങനെ അത് സെയിം ടൈം നമ്മളുടെ കേണൽ ട്രെവറും പോകുന്നു ചാർലി എമ്മിന്റെ അടുത്തേക്ക്. അവിടുന്ന് കേണൽ ട്രെവറാണ് പിന്നെ റോയിങ് അംബാസഡർ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ എയുടെ റോയിങ് അംബാസഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് പിന്നെ ഇതിങ്ങനെ പടർന്നത്? അപ്പൊ ഇത് ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ വന്നത്. അവിടെയൊക്കെ ഈ മെസ്സേജ് പോയതൊക്കെ എങ്ങനെയാണ്? ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. ഞാൻ എക്സ്പീരിയൻസ് കൂടി പറയാം. ഈ കേണൽ ട്രെവറിന് ഡയറക്റ്റ് മെസ്സേജ് കിട്ടിയ ആളായിരുന്നു. മരിച്ചുപോയി പറയാൻ. അദ്ദേഹമായിട്ട് ഞാൻ വളരെയധികം ക്ലോസ് ആയിരുന്നു. അദ്ദേഹം 51 വർഷം സോബറായിട്ടാണ് മരിച്ചത്, 85-ാമത്തെ വയസ്സിൽ.
ഞാൻ അദ്ദേഹത്തിന്റെ 50 years ഇതിന് എന്താ പറയാ സോബർ ബർത്ത്ഡേക്ക് ഞാൻ ഹൈദരാബാദിൽ പോയിരുന്നു. ഓസ്റ്റിൻ ആർ എന്നാണ് പറഞ്ഞത്, എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഓസ്റ്റിൻ ആർ. അപ്പൊ ഈ ഓസ്റ്റിൻ ആറിന് ഡയറക്ടറായിട്ടാണ് കേണൽ ട്രെവർ എന്നാണ് കിട്ടുന്നത് മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് കേണൽ ട്രെവർ ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കിൾ ഷോപ്പുകാരൻ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ ഷോപ്പുകാരൻ ബാബുവിന്റെ അവിടെയാണ് ഓസ്റ്റിനും ട്രെവറും കേണൽ ട്രെവറും ഓസ്റ്റിനും ബാബുവും കൂടി അവർ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബാബു എന്ന് പറഞ്ഞ ആള് ഇല്ലിറ്ററേറ്റ് ആണ് ബേസിക്കലി. കേണൽ ട്രെവർ ഹൈലി ക്വാളിഫൈഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ്. ഓസ്റ്റിൻ ഒരു മീഡിയം ലെവൽ എഡ്യൂക്കേറ്റഡ്. അപ്പൊ കഴിഞ്ഞ് അദ്ദേഹം ഓസ്റ്റിൻ പറയാറുണ്ട്, ഈ ബാബുവിന്റെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ വളരെ നന്നായിരുന്നു. അതായത് അയാള് ബീയിങ് ഇല്ലിറ്ററേറ്റ് ആണെങ്കിലോട് അയാൾക്ക് ഈ കാര്യങ്ങള് ഒരു ആൽക്കഹോളിക്കിനോട് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ കേണൽ ട്രെവറിന് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം യൂണിഫോംഡ് ഇതാണ്, കേണലാണ്. അപ്പൊ എന്നാൽ ആ കാലത്ത് ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്യാണല്ലോ. അപ്പൊ സെർവ് ചെയ്യുന്ന ആൾക്ക് എപ്പോഴും പുറത്തു വന്നിട്ട് ചെയ്യാനൊന്നും പറ്റില്ല, അവരുടെ ഡ്യൂട്ടിക്ക് ചെയ്യണം ക്യാമ്പിന്റെ ഉള്ളിൽ. അങ്ങനെ കേണൽ ട്രെവർ അവിടുന്ന് ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആയപ്പോ ബാബുവിനെ കൂടെ കൂട്ടി. എന്തിന്? അവിടെ ചെന്നാലും എയുടെ സന്ദേശം കൊടുക്കണം എന്നുണ്ട്. പിന്നെ ബാബുവാണ് ബാംഗ്ലൂരും ആ പ്രദേശങ്ങളിലൊക്കെ ആദ്യമായിട്ട് ഈ എയുടെ സന്ദേശമൊക്കെ എത്തിച്ചാണ്. ബാബു റീസെറ്റിൽ ചെയ്തു ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയിട്ട്. ഇങ്ങനെയൊക്കെ വളരെ രസകരമായും അത്ഭുതകരമായ രീതിയിലാണ് നമ്മളുടെ എയുടെ സന്ദേശങ്ങൾ പോയിട്ടുള്ളത്. അതെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ കൂടെ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, ആ ഹൃദയത്തിന്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും എനിക്ക് തോന്നുന്നത് നമ്മള് ആരായാലും ഈ 12ാം പടി ചെയ്യുന്ന സമയത്ത് വളരെ നമ്മൾ ഓണസ്റ്റ് ആയിരിക്കും. അറിയാണ്ട് ഓണസ്റ്റി നമ്മുടെ അകത്ത് വരും. ആ കൃത്യമായ രീതിയിലാണ് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്നുള്ളത്. ഇനി ഇത് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേജ് 1 ഐഡന്റിഫിക്കേഷൻ, അതായത് ഒരു മദ്യാസക്തൻ വേറൊരാളെ തിരിച്ചറിയും. 2 പിന്നെ പബ്ലിക് ഇൻഫർമേഷൻ PI. 3 12th സ്റ്റെപ്പ്, 12ാം പടി പ്രവർത്തനം. ഇതൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ? താങ്ക് യു ചേട്ടാ. അടുത്ത പേജിലേക്ക് പോയിരിക്കും, കാരണം എല്ലാം പറയുന്നുണ്ട്, കേട്ട് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. ഈ ബൂത്ത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള അല്ലല്ല ഞാൻ ഒരു ചോദ്യം ഉണ്ട്, പക്ഷെ അതിപ്പോ അടുത്ത പേജ് കൂടി കഴിഞ്ഞിട്ട് ചോദിക്കാമല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു. അടുത്ത പേജ് കൂടി കഴിഞ്ഞിട്ട് ആ ചോദ്യം ഞാൻ ചോദിക്കും ചേട്ടനോട്. ശരി ശരി, ഓക്കെ, റൈറ്റ്. അടുത്ത പേജ് 196, ആന്റിഡോട്ട് ഫോർ ഫിയർ. എന്താണ് നമ്മുടെ ആന്റിഡോട്ട്? ഫിയറിനുള്ള പ്രതിവിധി എന്താണ്? മറുമരുന്ന് എന്താണ്? ആന്റിഡോട്ട് എന്താണ് പറഞ്ഞത്? അപ്പൊ ഇതിലെ 2 ഭാഗമാണ്. ആദ്യത്തെ ഭാഗം മെയിൻ ഭാഗമുള്ളത് 12 and 12 പേജ് 49. അത് നമുക്ക് മലയാളത്തിലുണ്ട്, അപ്പൊ പ്രശ്നമില്ല. പിന്നെയുള്ള ഒരു 2 വാചകം മാത്രം. ഗ്രേപ്പ് വൈൻ, ജാനുവരി 1962. അത് മറ്റേ ഇതായിരിക്കും, ദിസ് മാറ്റർ ഓഫ് ഫിയർ ആയിരിക്കണം. നോക്കാം. ഇത് ഇപ്പൊ ഏതാ പേജ് പറഞ്ഞു? പേജ് 49. യെസ്, 4ാം പടിയിലെ ഭാഗം 49ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ മിഡിലുള്ള പാരഗ്രാഫ്. അത് മുഴുവനുണ്ട് കേട്ടോ. ഈ പരാജയങ്ങളെല്ലാം അവയുടേതായ രീതിയിൽ ഭയവും ആത്മാതുരതയും സൃഷ്ടിക്കുന്നു. പിന്നെ ഭയം ക്രമേണ കൂടുതൽ പെരുമാറ്റ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നു.
നമ്മുടെ ജന്മവാസനകളെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന അകാരണമായ ഭയം മറ്റുള്ളവരുടെ സ്വത്തിനെ കാക്ഷിക്കുന്നതിലേക്കും അധികാരവും ലൈംഗികതയും കാമിക്കുന്നതിലേക്കും നമ്മുടെ ജന്മസിദ്ധമായ ആവശ്യകതകൾ ഭീഷണിപ്പെടുമ്പോൾ കോപം വരുന്നതിലേക്കും നമ്മുടെ ഉത്കർഷേച്ഛ സഫലമാവാതെയും മറ്റുള്ളവരുടേത് സഫലമാവുകയും ചെയ്യുമ്പോൾ അസൂയപ്പെടുന്നതിലേക്കും നമ്മെ നയിക്കുന്നു. ഭാവിയിൽ നമുക്ക് ആവശ്യത്തിനുണ്ടാവില്ല എന്ന ഭയത്താൽ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷിക്കുകയും കുടിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ജോലിയുടെ സാധ്യതയിൽ യഥാർത്ഥമായ ഭയത്തോടെ നമ്മൾ മടി പിടിച്ചു നിന്നു. ഞങ്ങൾ സമയം പാഴാക്കുകയും കാലവിളംബം വരുത്തുകയും ചെയ്തു. ഇനി അങ്ങേയറ്റം പകുതി മനസ്സോടെ പുലമ്പിക്കൊണ്ട് ജോലി ചെയ്തു. നാം പണി കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തിന്റെ അസ്ഥിവാരത്തെ ആർത്തിയോടെ വിഴുങ്ങുന്ന ചിതലുകളാണ് ഇത്തരം ഭയങ്ങൾ. These fears are the termites that ceaselessly devour the foundations of whatever sort of life we try to build. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ ഓർമ്മിക്കുന്ന ഒരു എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള വാചകം കൂടി. അപ്പോ എന്താണ് അതിൽ പറഞ്ഞത്? ഫിയറിനെ കുറിച്ചിട്ടുള്ള 4-ാം പടിയുടെ ലേഖനത്തിലെ ഫിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തരാണ്. ഈ പരാജയങ്ങളെല്ലാം അവയുടേതായ രീതിയിൽ ഭയവും ആത്മാതുരതയും സൃഷ്ടിക്കുന്നു. ഏതൊക്കെ പരാജയങ്ങളാ? നമ്മളുടെ അത് 4-ാം പടിയിലെ ഇതിലെ ബിഗ് ബുക്കില് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു കാര്യം പറഞ്ഞു. എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ തീരുമാനങ്ങളിലെ നമ്മളുടെ പരാജയങ്ങൾക്ക് കാരണമായ തീരുമാനങ്ങളുടെ വൈകല്യങ്ങളെ അന്വേഷിച്ചു. അങ്ങനെ എന്താണ് ആ വാചകം? ബിഗ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 63, 64 പേജിലാവും എന്തായാലും. അപ്പൊ അത് മലയാളം ബിഗ് ബുക്ക് അവിടെ ആയിരിക്കണം. നമ്മളുടെ പരാജയങ്ങൾക്ക് കാരണമായ തീരുമാനങ്ങളുടെ വൈകല്യങ്ങൾ അന്വേഷിക്കുക. അതാണ് 4-ാം പടി. അപ്പൊ അവിടെയാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ 4-ാം പടി ചെയ്യുമ്പോൾ നമ്മൾ 3 രീതിയിലാണ്, 3 ഭാഗമായിട്ട് ചെയ്യുക. 3 രീതിയിലല്ല, 3 ഭാഗമായിട്ട്. ആദ്യത്തെ ഭാഗം നമ്മുടെ വിദ്വേഷങ്ങളെ രക്ഷിക്കുന്നു, 2-ാമത്തെ ഭാഗം നമ്മുടെ ഭയങ്ങളെ രക്ഷിക്കുന്നു, 3-ാമത്തെ ഭാഗം ലൈംഗികമായ എന്താ പറയാ പെരുമാറ്റ ദൂഷ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ധാരാളം നമ്മുടെ എന്താ പറയാ പരാജയങ്ങൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളിൽ വന്ന പരാജയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഈ പറയണ ഇതില് തൊട്ട് മുമ്പുള്ള വാചകം ഒന്ന് വായിക്കാം. സമൂഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ലൈംഗികതയുടെയും ജന്മവാസനകൾ തൃപ്തിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യമായി മാറുമ്പോൾ പരിധിപ്പെടുന്ന ധാരാളിത്വത്തെ നീതീകരിക്കുന്നതിന് അഹങ്കാരം മുന്നോട്ട് വരും. അതായത് നമ്മൾ ഈ ടോട്ടൽ 4-ാം പടിയിൽ കൂടെ നമ്മൾ എടുക്കുന്നത്, നമ്മൾ കണ്ടെത്തുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സുരക്ഷിതത്വ ബോധം, സാമൂഹ്യ ബോധം, ലൈംഗികമായ ചോദനകൾ, ഇങ്ങനത്തെ ഈ 3 കാര്യങ്ങളില് ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. ഇതിനെയൊക്കെ പരിധിപ്പെട്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടുവരുന്നത്. ഇതുകൊണ്ടാണ് നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ പരാജയങ്ങൾക്ക് കാരണമായ വൈകല്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞത്. അതൊക്കെ കാരണമായ എന്തൊക്കെയാണെന്നല്ല, കാരണമായ തീരുമാനങ്ങളുടെ വൈകല്യങ്ങൾ. ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കും, ആ തീരുമാനം വികലമായ തീരുമാനമാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇതുണ്ടായത്. അപ്പൊ ആ പരാജയങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കാം. ഈ പരാജയങ്ങളെല്ലാം അവയുടേതായ രീതിയിൽ ഭയവും ആത്മാതുരതയും സൃഷ്ടിക്കും. ഈ പരാജയങ്ങൾ വരുമ്പോ നമ്മൾ അതിനെ റീഇൻവെന്ററി എടുക്കുമ്പോ ഭയം വരും. എനിക്ക് കൃത്യമായ ഒരു 4-ാം പടിയിൽ പറഞ്ഞ പോലെ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെ ഉള്ളൊരു ഇൻവെന്ററി എടുക്കണമെന്നുണ്ട്. ഭയം വരും. ഭയം കൂടാതെ എന്നൊക്കെ പറയണമെന്നല്ലോ, അത് എടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അവനവനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയം വരും. ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു, ഞാൻ അങ്ങനെയൊന്നുമല്ല എന്നെ ധരിച്ചു വെച്ചിട്ടുള്ളത്,
ഞാൻ എന്നെ എന്തോ കേമനായിട്ട് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ അതാണെന്ന് മെച്ചപ്പെട്ടവനായിട്ടുള്ള ഒരാളായിട്ടാണ് കരുതിയിട്ടുള്ളത്. ഞാൻ എന്നെ തന്നെ സൃഷ്ടിച്ചു, എന്നെ കുറിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് മുഴുവൻ തകർന്നടിയാണ്. മാത്രമല്ല തകർന്നടിയുന്നത് മാത്രമല്ല, എനിക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ വളരെ നീചമായ രീതിയിൽ പലപ്പോഴും സമൂഹത്തിലെ പലരെയും കുറിച്ചൊക്കെ പുച്ഛത്തോടെ നോക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ട് നോക്കിയിട്ടുള്ള അതേ വൈകല്യങ്ങൾ അവരിൽ കാണുന്നതിന്റെ അളവിനേക്കാൾ എത്രയോ കൂടുതൽ എന്നിലുണ്ടായിരുന്നു ഞാൻ കാണുന്നു. ഓക്കെ. അപ്പോ ഈ പരാജയങ്ങളെല്ലാം അവയുടേതായ രീതിയിൽ ഭയവും ആത്മാതുരതയും സൃഷ്ടിക്കുന്നു. പിന്നെ ഭയം ക്രമേണ കൂടുതൽ പെരുമാറ്റ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ഭയം വരുമ്പോൾ കൂടുതൽ പെരുമാറ്റ വൈകല്യം. അത് ഭയങ്കര രസമാണത്. നമുക്കൊരു കാര്യത്തിനെ കുറിച്ചിട്ട് കുറ്റബോധം വരിക, കുറ്റബോധത്തിന് ഭയം ഉടലെടുക്കുക. ആ ഭയം എന്തുണ്ടാവും? പിന്നെ നമ്മളുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് കൂടുതൽ ചിലപ്പോൾ നുണ പറയേണ്ടി വരും, അല്ലെങ്കിൽ ആ പെരുമാറ്റങ്ങളിൽ മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരെ അവോയ്ഡ് ചെയ്ത് പോകേണ്ടി വരും. അതിനായിട്ട് കളവ് പറയുക, അല്ലെങ്കിൽ വേറെ വഴിക്ക് പോവുക. ഒരു സ്ഥലത്ത് കടം വാങ്ങി പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കുറെ കാലം ആ റൂട്ട് മാറ്റി വേറെ റൂട്ട് കൂടെ പോവുക. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ. അപ്പോ നമ്മുടെ ജന്മവാസനകളെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന അകാരണമായവ അത് വേറെ കേട്ടോ. നാം മറ്റുള്ളവരുടെ സ്വത്തിനെ കാക്ഷിക്കുന്നതിലേക്കും അധികാരവും ലൈംഗികതയും കാമിക്കുന്നതിലേക്കും നമ്മുടെ ജന്മസിദ്ധമായ ആവശ്യകതകൾ ഭീഷണിപ്പെടുമ്പോൾ കോപം വരുന്നതിലേക്കും നമ്മുടെ ഉത്കർഷേച്ഛ സഫലമാവാതെയും മറ്റുള്ളവരുടെ സഫലമാവുകയും ചെയ്യുമ്പോൾ അസൂയപ്പെടുന്നതിലേക്കും നമ്മെ നയിക്കുന്നു. നോക്കൂ, എത്ര വൈകല്യങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്നു ഇവിടെ. ഈ ഭയം കൊണ്ട് വരുന്നത് എന്താണത്? ഒന്ന്, നമ്മുടെ ജന്മവാസനകളെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന അകാരണമായ ഭയം. അതായത് എനിക്കൊരു പ്രത്യേക ജന്മവാസന ഉണ്ട്, ഒരു ആവശ്യമുണ്ട്, അത് ചിലപ്പോ എൻ്റെ കഴിവിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യം, അത് എനിക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഭയം വരുമ്പോ എന്ത് വരാം? മറ്റുള്ളവരുടെ സ്വത്തിനെ കാക്ഷിക്കുന്നത് അല്ലേ? അതായത് ഞാനൊരു വാടക വീട്ടിൽ മാത്രം താമസിച്ചിരുന്ന ഒരാൾക്ക് ആ കാലത്ത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണം. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ വന്നിട്ടില്ല കേട്ടോ, എന്നെ സംബന്ധിച്ച് വന്നിട്ടില്ല, അത് വേറെ വിഷയം. ഞാൻ പറയണം, ഞാൻ ഒരു ഉദാഹരണം പറയണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോ അതിനുള്ള പണം എന്ത് ചെയ്യും? ആ ആഗ്രഹത്തിന് വേണ്ടി പണം ചിലപ്പോൾ അത് എവിടെന്നെങ്കിലും അടിച്ചെടുക്കാന്ന് വിചാരിക്കും. അത് നാച്ചുറൽ, ഇതൊക്കെ മനുഷ്യന്റെ എന്താ പറയാ സ്വാഭാവികമായിട്ടുള്ള ഇതുകളാണ്. അതിൽ ആൽക്കഹോളിസത്തിൽ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം പരിധി വിടുന്നു എന്നുള്ളതാണ് ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ച്. ഇനി അപ്പൊ അകാരണമായ ഭയം മറ്റുള്ളവരുടെ സ്വത്തിനെ കാക്ഷിക്കുന്നതിലേക്കും അധികാരവും ലൈംഗികതയും കാമിക്കുന്നതിലേക്കും. അതെ, അധികാരം വേണം, ലൈംഗികമായിട്ടുള്ള രീതിയിൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറണം എന്നൊക്കെ ഉള്ളതിലേക്കുള്ള കാമിക്കുക എന്ന് പറഞ്ഞതാണ്. കൂടുതൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയുള്ള ആഗ്രഹിക്കുന്നതിലേക്കും നമ്മുടെ ജന്മസിദ്ധമായ ആവശ്യകതകൾ ഭീഷണിപ്പെടുമ്പോൾ കോപം വരുന്നതായിരിക്കും. അതെ, ഇനിയിപ്പോ ഇതൊന്നും അല്ലാണ്ട് അതൊക്കെ കൂടുതലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് പറഞ്ഞത്. ഇനി ജന്മസിദ്ധമായ ഇപ്പൊ ആവശ്യങ്ങൾ വരുന്നുണ്ടോ അല്ലേ? നമ്മുടെ വീട്ടിൽ ചെലവ് നടക്കണം, പല കാര്യങ്ങളും വേണം. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ പലതും ചെയ്യാണ്ടാവും. അതൊന്നും നടക്കണില്ല. കാരണം ഒരു സൈഡില് ഈ കുടിച്ച് ഇതൊക്കെ റിക്കവറിയിലുള്ള വരുമ്പോഴുള്ള കഥകളാണ് ഈ പറയുന്നത് കേട്ടോ. നാലാമ്പടി നിൽക്കുന്ന സമയത്തെ കാര്യമാണ്. പക്ഷെ കുടിച്ച് നടന്ന കാരണം വരുത്തി വെച്ച സാമ്പത്തിക പരാധീനതകള്, അതിലേക്ക് പലതും അടയ്ക്കേണ്ടി വരും. അത് തീർക്കുന്നതിന്റെ ഒപ്പം ഇപ്പുറത്ത് ദൈനംദിന ആവശ്യങ്ങള് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്ന പണം കിട്ടുന്നില്ല. ആ സമയത്ത് എന്തുവരും? കോപം വരും. അത് കോപം വരുന്ന ആരെങ്കിലും നമ്മളോട്, പ്രത്യേകിച്ച് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് എടുത്തു ചാടും. അവർക്ക് മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ചൂടാവണം. അപ്പൊ അത് ഭാര്യയാവാം, അമ്മയാവാം, മക്കളാവാം, ആര് വേണമെങ്കിലും ഭീഷണിപ്പെടുത്തുമ്പോൾ കോപം വരുന്നതായിരിക്കും. എന്താ? ജന്മസിദ്ധമായ ആവശ്യകതകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ആ ആവശ്യകതകൾ നടക്കുന്നില്ല, അത് നടന്നേ പറ്റൂ,
അതിനുള്ള ചെലവിന് എനിക്ക് സാധിക്കുന്നില്ല, അതിനെ മീറ്റ് ചെയ്യാൻ, അതിന്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഒരു ഭീഷണി വരുമ്പോൾ എന്തുണ്ടാവും? കോപം വരുന്നതിലേക്കും, പിന്നെ നമ്മുടെ ഉത്കർഷേച്ഛ സഫലമാവാതെയും മറ്റുള്ളവരുടെ ഇത് സഫലമാവുകയും ചെയ്യുമ്പോൾ അസൂയപ്പെടുന്നതിലേക്കും നമ്മെ നയിക്കുന്നു. നമുക്ക് ചില അംബിഷൻസ് ഉണ്ടാവുമല്ലോ, ചില ആഗ്രഹങ്ങൾ, ഇന്ന രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കണം എന്നൊക്കെ. അതൊന്നും ശരിയാവണമില്ല. എന്നാൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ വളരെയധികം പുരോഗതി പ്രാപിക്കുന്നു. അപ്പൊ ചിലപ്പോൾ അവരോട് അസൂയ ഉണ്ടാവാൻ, അസൂയ, കുശുമ്പ്, ഈ ജാതി കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ നമ്മെ നയിക്കുന്നു. ഇനിയോ ഭാവിയിൽ നമുക്ക് ആവശ്യത്തിനുണ്ടാവില്ല എന്ന ഭയത്താൽ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷിക്കുകയും കുടിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യും. അല്ലെ? ഇതൊരു ഭയങ്കര രസകരമായ കാര്യമാണ്. ഭാവിയിൽ ഇപ്പൊ അതായത് ഒരു അത് ഈ ചിലപ്പോ പിന്നെ ഉണ്ടാവും. പിന്നെ അതായത് ഒരു കുറെ സ്വീറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സ്വീറ്റ്. അപ്പൊ സ്വീറ്റ് കിട്ടുമ്പോൾ വല്ലപ്പോഴും കഴിക്കുള്ളൂ, കാരണം ഷുഗറൊക്കെ ഉണ്ടാവുകൊണ്ട് കുറെ നിയന്ത്രിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും കിട്ടുമ്പോ എന്ത് ചെയ്യും? അണ്ടമാനം കഴിക്കും. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. ഞാനിപ്പോ നിയന്ത്രണത്തിലാണ്, ഇപ്പൊ വളരെ കുറച്ച് കഴിക്കുള്ളൂ. 2 ഗ്ലാസ്സിൽ കൂടുതൽ പായസം കഴിക്കില്ല. പണ്ട് അങ്ങനെയൊന്നുമല്ല, ചോദിച്ചു പഠിച്ചു കഴിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന കാലത്തുണ്ടായിരുന്നു ഇതുപോലെ. ഞാൻ മദ്യപാനം വിട്ടു നിൽക്കാൻ തുടങ്ങിയത് പിന്നെയും ഒരു വർഷം 2 മാസത്തോളം പിന്നെയും സിഗരറ്റ് വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാലത്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രി വീട്ടിലേക്ക് വരുമ്പോ ചിലപ്പോൾ പോക്കറ്റിൽ 1 2 ഉണ്ടാവുള്ളൂ. ആ സമയത്ത് കട അടച്ചിട്ടുണ്ടാവും. ഞാൻ ആ കടക്കാരന്റെ മുട്ടി തുറന്ന്, കാരണം ഞാൻ സിഗരറ്റ് വാങ്ങിക്കുന്ന കടയുടെ ബാഗിൽ തന്നെ അവർ താമസിക്കുന്നത്, മുട്ടി തുറന്ന് ആ സമയത്ത് വാങ്ങിക്കും. അതെന്തുകൊണ്ടാണ്? ഈ 2 വേണമെങ്കിൽ എനിക്ക് മതി. കാരണം രാത്രി ഭക്ഷണം കഴിക്കാനും ഞാൻ വീട്ടിൽ നിന്ന് സിഗരറ്റ് പിടിക്കും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അത് 2 എന്നാ പോരാ. പക്ഷെ ഇത് പോരാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിക്കും. എന്നിട്ട് സിഗരറ്റ് വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ എന്തുണ്ടാവുക? രാത്രി ഈ ഒരു സിഗരറ്റ് ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ പിന്നെ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിക്കും, പിന്നെ ചിലപ്പോ ഒന്ന് ഉണർന്നിട്ട് ഇടയ്ക്കൊന്ന് ഉണർന്ന് മൂത്രം ഒഴിക്കാൻ ആ സമയത്ത് ഒന്ന് വലിക്കും. ഇങ്ങനെയൊക്കെ. അപ്പൊ കൂടുതലല്ലേ വന്നു. അത് വാങ്ങണം എന്തുകൊണ്ടാണ്? ഇത് മതിയാവാതെ വരുമെന്നുള്ള ഭയം. അതാണ് ഈ പറഞ്ഞത്. അപ്പോ ഭാവിയിൽ നമുക്ക് ആവശ്യത്തിനുണ്ടാവില്ല എന്ന ഭയത്താൽ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷിക്കുകയും കുടിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് പണത്തിന്റെ കാര്യത്തിന് ചിലപ്പോൾ ശരിയായിരിക്കാം. ഭാവിയിൽ ഇനി കിട്ടിക്കോളുന്നില്ല, കിട്ടാവുന്നത് ഇപ്പൊ ഉള്ളൂ. അപ്പൊ ഇപ്പൊ കിട്ടിയിട്ട് എന്ത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കുറെ പണം സമ്പാദിക്കാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജോലിയുടെ സാധ്യതയിൽ യഥാർത്ഥമായ ഭയത്തോടെ നമ്മൾ മടി പിടിച്ചു നിന്നു. അതായത് ജോലിയുടെ സാധ്യത വരുമ്പോഴൊക്കെ മടി പിടിച്ചു നിന്നു. അതിപ്പോ എല്ലാവർക്കും ശരിയാക്കണമെന്നില്ല, ചില ആൾക്കാർക്ക് അത് ബാധകമായി. അതിന്റെ കാരണം പറഞ്ഞ യഥാർത്ഥമായ ഭയത്തോടെ. ജോലി എടുക്കാൻ കഴിയൂ, ആരോഗ്യപരമായ പ്രശ്നം മാത്രമാവില്ല, വേറെ പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളെ കൊണ്ട്, ഭയം കൊണ്ട്, നമ്മൾ ഭയത്തെ കുറിച്ചാണല്ലോ നമ്മളോട് വിശകലനം ചെയ്യുന്നത്. അപ്പൊ ഭയത്തെ കൊണ്ട് നമ്മൾ മടി പിടിച്ചു. ഞങ്ങൾ സമയം പാഴാക്കുകയും കാലവിളംബം വരുത്തുകയും ചെയ്യും. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, പല കാര്യങ്ങളും ഡിലേഡ് ആക്കി. കാര്യങ്ങൾ ചിലപ്പോ ഈ കാലവിളംബം നടത്തി കഴിഞ്ഞാൽ, അതായത് നീട്ടിവെച്ച് അത് നടക്കേണ്ട സമയത്തല്ല നടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പ്രയോജനം ഇല്ലാണ്ടാവും. അപ്പോ അങ്ങനെ ചെയ്തു. ഇനി അങ്ങേയറ്റം പകുതി മനസ്സോടെ പുലമ്പിക്കൊണ്ട് ജോലി ചെയ്തു. അതുകൊണ്ട് ചില സമയത്ത് പ്രാവി പുലമ്പിക്കൊണ്ട് ജോലി ചെയ്തു. നാം പണി കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തിന്റെ അസ്ഥിവാരത്തെ ആർത്തിയോടെ വിഴുങ്ങുന്ന ചിതലുകളാണ് ഇത്തരം ഭയങ്ങൾ. ഇതാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വാചകം എപ്പോഴും ഓർമ്മിക്കും. ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്. ഇതൊക്കെ ഈ ബിഗ് ബുക്കിൽ കൂടെ നമ്മൾ കൂടുതൽ പോകുമ്പോഴും, അല്ലെങ്കിൽ 12 ബിഗ് ബുക്ക് ഇതുപോലത്തെ നമ്മുടെ ഈ എന്താ പറയാ ലിറ്ററേച്ചറുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നത്. ഞാനിത് വളരെയധികം അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ലൈനാണ് എൻ്റെ ജീവിതത്തിലെ. These fears are the termites that ceaselessly devour the foundations of whatever sort of life we try to build. അപ്പൊ അത് എന്താണെന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കും.
ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉടനെ തന്നെ മാറ്റണം. അതിന് മാറ്റാനായിട്ട് ഏതൊരു ടൂൾസ് ഉണ്ട്. അതാണ് നമ്മുടെ പ്രാർത്ഥന. ചില സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ആരോടെങ്കിലും ഫോൺ ചെയ്ത് സംസാരിക്കുക. ഒരു സ്പോൺസറുടെ ആവശ്യം അവിടെയാണ്. പിന്നെ അതേപോലെ ഈ ലിറ്ററേച്ചറുകളുമായിട്ടുള്ള നിരന്തരമായ ബന്ധം. ഈ ബന്ധം വിട്ടുപോയാലുണ്ടല്ലോ, നമ്മൾ കുറെ കാലമൊക്കെ ഒന്ന് വായിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു എന്താ പറയാ, ഈ തുരുത്തുകളിൽ എത്താണ്ട വഞ്ചി ഇങ്ങനെ കായലിൽ കൂടെ ഒഴുകില്ലേ, അതുപോലെ ഒരു തുരുത്തിലങ്ങോട്ട് പെടാൻ പറ്റില്ല. തുരുത്തുകൾ കാണുന്നുണ്ട്, പക്ഷെ ആ തുരുത്തിലേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഉള്ള ഒരു വഞ്ചിയെ പോലെ ആയിരിക്കും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടക്കാലത്തൊക്കെ ചിലപ്പോൾ സന്ദർഭവശാൽ പല കാരണങ്ങളെ കൊണ്ടും ലിറ്ററേച്ചറിൽ നിന്നൊക്കെ ചിലപ്പോൾ സമയം കിട്ടായും പല കാരണങ്ങളും ഈ അടുത്ത് കുറച്ചു കാലം മുമ്പ് കൊണ്ടുണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടൊന്നും ആ ഒരു എന്താ സാധാരണ ഉള്ള ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇതൊക്കെ നിന്നൊക്കെ കുറേശ്ശെ മാറുമ്പോൾ പ്രശ്നങ്ങൾ വരും. പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങളല്ല പറഞ്ഞത്. ഇത് മാനസികമായിട്ടുള്ള നമ്മളുടെ ഒരു ഇമോഷണൽ ലെവൽ, വൈകാരികമായ തലത്തിൽ മാറ്റങ്ങൾ വരും. കാരണം ഇതൊക്കെ മറക്കും. അപ്പൊ ചില സ്ഥലങ്ങളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ പുറത്തു വരും. അതാണ് പ്രശ്നം, വേറെ ഒന്നുമല്ല. ആ പെരുമാറ്റ വൈകല്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ അത് അറ്റ്ലീസ്റ്റ് എന്താ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതിനെ നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ മനസ്സിലാവുന്നുണ്ട്. ഗോ ബാക്ക് ടു ബേസിക്സ്. എപ്പോഴും അതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതാവണമെന്ന് ബാക്ക് ടു ബേസിക്സ്, എപ്പോഴും പിന്നിലേക്ക് പോവുക. ഇവിടെ ആദ്യത്തെ 3 പടി 1 2 3 അതിലേക്ക് പോവുക. അതാണ് ബേസിക്സ് എന്ന് പറയുന്നത്. ആ ബേസിക്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയോ ഒരു ഫ്ലോ വന്നിട്ടുണ്ട്, ആ ഒരു കുറവ് വന്നിട്ടുണ്ട് അവിടെ എവിടെയോ ഒരു അപാകത. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും. അതിന് സ്പോൺസറുടെ സഹായം ആദ്യകാലത്തൊക്കെ എന്തായാലും വേണം, യാതൊരു സംശയവും. കുറെ കാലം കഴിയുമ്പോൾ പിന്നെ ഇതൊരു ശീലമാകുമ്പോൾ ഈ സ്പോട്ട് ഇൻവെന്ററി അല്ലെങ്കിൽ ആ ഡെയിലി എന്താ പറയുക ഇൻവെന്ററി ഇതൊക്കെ വരുന്ന സമയത്ത് പിന്നെ അത് അങ്ങനെ പരിശീലനമായിട്ട് വരും. ഇനി അപ്പൊ ഇതാണ് നാം പണി കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തിന്റെ, നമ്മളൊരു ബിൽഡിങ് അവർ ലൈഫ് അല്ലേ. നശിപ്പിച്ചുകൊണ്ടിരുന്ന ആ ജീവിതം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ പുനർജനിച്ചതിന് ശേഷം നമ്മൾ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവിതത്തിന്റെ അസ്ഥിവാരത്തെ ആർത്തിയോടെ വിഴുങ്ങുന്ന ചിതലുകളാണ് ഇത്തരം ഭയങ്ങൾ. ഇതാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ഇതിന്റെ അടുത്ത ഭാഗം ഗ്രേ പോയിന്റ് ജാനുവരി 1962. ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെ ആയിരിക്കണം. ദിസ് മാറ്റർ ഓഫ് ഫിയർ ആയിരിക്കും. യെസ്, ദിസ് മാറ്റർ ഓഫ് ഫിയർ, ജാനുവരി 1962. അത് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞ ബുക്കില്, ഇത് ഗ്രേ പോയിന്റിൽ വന്ന ലേഖനമാണ്. ഗ്രേ പോയിന്റിലുള്ള ലേഖനങ്ങളുടെ കളക്ഷനാണ്. ബിൽഡബ്ല്യൂയിലെ ലേഖനങ്ങളുടെ കളക്ഷനാണ് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞ ബുക്ക്. അതിൽ 265 പേജ് മുതലാണ് തുടങ്ങുന്നത് ഈ ഭാഗം. പക്ഷെ ഇതിൽ എടുത്തിട്ടുള്ള 2 വാചകങ്ങൾ പേജ് നമ്പർ 267 അതിൽ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് 2 സെന്റൻസസ് എന്താണെന്ന്. As faith grows, so does inner security. The vast underlying fear of nothingness commands us to subside. We of AA find that our basic antidote for fear is a spiritual awakening. അപ്പോൾ ഫിയറിനുള്ള എന്താണ് ആന്റിഡോട്ട്, എന്താണ് മറുമരുന്ന് നോക്കാം. അതിനിതാണ് പറഞ്ഞത്. ആസ് ഫെയ്ത്ത് ഗ്രോസ്, ഫെയ്ത്ത് ആണ് അതിനുള്ള മറുമരുന്ന്. നമ്മളുടെ വളർച്ച വളരുമ്പോൾ, നമ്മളുടെ വിശ്വാസം വളരുമ്പോൾ, സോ ഡസ് ഇന്നർ സെക്യൂരിറ്റി, നമ്മളുടെ ആന്തരികമായ സുരക്ഷിതത്വവും അതോടുകൂടി മെച്ചപ്പെടുന്നു. The vast underlying fear of nothingness